എല്ലാവർക്കും സാദര നമസ്കാരം. ആത്മാന്വേഷണത്തിൻ്റെ പുതിയ ഒരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 പുതിയ വർഷം സമാഗതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാലം വളരെ വേഗത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ, ആയിരത്താണ്ടുകൾ, യുഗങ്ങൾ തന്നെ കടന്നുപോയി. ഇനിയും എത്രയോ നീണ്ട ഒരു കാലം മുന്നിൽ വരാനിരിക്കുന്നു. പക്ഷേ ആ വലിയ നീണ്ട ദൈർഘ്യമേറിയ കാലത്തൊന്നും നാം ഉണ്ടായിരിക്കണമെന്നില്ല. നാം ഉള്ളത് ഈ കാലത്ത് മാത്രമാണ്. അതുകൊണ്ട് ഈ കാലം പരമാവധി സന്തോഷകരമാക്കുക. നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭ്യമായ എല്ലാ അവസരങ്ങളും വിനിയോഗിച്ചുകൊണ്ട് പരമാവധി ഹാപ്പിനെസ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയുടെയും പ്രഥമമായ കടമ. ചിലർ ചോദിക്കാറുണ്ട്, നാം ആർക്കു വേണ്ടിയാണ് ജീവിക്കേണ്ടത്? ചിലർ പറയും കുടുംബത്തിന് വേണ്ടി ജീവിക്കണം. മറ്റു ചിലർ പറയും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ, ബന്ധുക്കൾക്ക് വേണ്ടിയോ, നാടിന് വേണ്ടിയോ, സമൂഹത്തിന് വേണ്ടിയോ ഒക്കെ ജീവിക്കണം. അങ്ങനെ ജീവിതത്തിന് വിവിധങ്ങളായ ലക്ഷ്യങ്ങളുണ്ട് എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്നിരുന്നാലും ഈ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനിടയിൽ നാം നമ്മെ വിസ്മരിച്ചു പോകരുത്. ബയോളജിക്കലായി പറഞ്ഞാൽ അവനവൻ ജീവിക്കേണ്ടത് അവനവന് വേണ്ടിയാണ്. അവനവനെ വിസ്മരിച്ചുകൊണ്ട് ആർക്കും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടേതായ ഇഷ്ടങ്ങൾ, നമ്മുടേതായ സന്തോഷങ്ങൾ, നമ്മുടേതായ ആത്മസംതൃപ്തികൾ അവയൊക്കെ നാം കണ്ടെത്തുക. അവയൊക്കെ പൂർത്തീകരിക്കുന്നതിനായി നാം ജീവിക്കുക. അതിബൃഹത്താണ് ഈ കാലവും ലോകവും. ഇവിടെ എത്രയോ ആണ്ടുകളായി മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും ജനിച്ച് ജീവിച്ച് ഇവിടം വിട്ടുപോകുന്നു. ഇനിയും എത്രയോ നീണ്ടകാലം ഇവിടെ പല തലമുറകൾ വന്നു പോകും. അതിനിടയിൽ ഏറ്റവും അമൂല്യമായി, ഏറ്റവും അപൂർവമായി നമുക്ക് കിട്ടിയ ഈ ഒരു ജീവിതം, ഈ വർത്തമാനകാലം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ഒരു പ്രസന്റിനെ നമ്മൾ ഉപയോഗിക്കുക. ഈ ഒരു വർത്തമാന കാലത്തെ നാം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ആത്മസംതൃപ്തിയോടെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ പറ്റും. പാടിയതെല്ലാം പാഴീരടി, ജീവിതത്തിന്റെ നോവും ആശയമെല്ലാം ഹൃത്തിൽ ഇപ്പോഴും ബാക്കി എന്ന് ഒരു കവി പാടിയതുപോലെ അവസാന കാലത്ത് ജീവിതത്തിന്റെ നോവും ആശയമെല്ലാം ബാക്കി കിടക്കുകയാണ് എന്ന് ഉള്ള ഖേദത്തോടെ ഇവിടെ നിന്ന് പോകാനിടയാവരുത്. അതുകൊണ്ട് നമ്മുടേതായ സന്തോഷ നിമിഷങ്ങൾ നാം കണ്ടെത്തുക. നമുക്കിവിടെയുള്ള കുടുംബപരമായ കടമകളുടെയും കർത്തവ്യങ്ങളുടെയും ഇടയിൽ പലപ്പോഴും അവനവനോടുള്ള കടമ വിസ്മരിച്ചു പോകുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ജീവിക്കാൻ മറന്നുപോയവരെ പോലെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകേണ്ടി വരുന്നത്. ഈ കാലത്തിൽ ജീവിക്കുക. ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ കണ്ടെത്തുക. അവയെ മാക്സിമൈസ് ചെയ്യുക, അവയെ വിപുലമാക്കുക. നമുക്ക് കുറെ അവസരങ്ങൾ കിട്ടിയിട്ട് നമുക്ക് ചുറ്റുപാടും കുറെ വ്യക്തികളെയും ചുറ്റുപാടും കുറെ വിഭവങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. അവയെല്ലാം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ നാം തന്നെ സൃഷ്ടിച്ചെടുക്കുക. അതാണ് ഈ പുതിയ കാലത്ത് നാം ചെയ്യേണ്ടതായുള്ളത്. പുതിയ കാലം വളരെ സങ്കുചിതമാണ്. ആരും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനോ ത്യാഗങ്ങൾ സഹിക്കാനോ തയ്യാറാകും എന്ന് വിചാരിക്കരുത്. അവരവരുടെ ജീവിതം അവരവർക്ക് തന്നെ ജീവിച്ചു തീർക്കാനുള്ളതാണ്. ഇവിടെ കിട്ടിയ ഈ ഒരു അവസരം ഏറ്റവും അമൂല്യമാണ്, അനർഘമാണ്. ഏറ്റവും വിലമതിക്കാനാവാത്ത ഒന്നേയുള്ളൂ, അത് നമ്മുടെ ജീവിതം തന്നെയാണ്. അത് പാഴാക്കിക്കളയാതെ പരമാവധി തൃപ്തിയോടുകൂടി ഇവിടെ ജീവിക്കാൻ ശ്രമിക്കുക. അതിനായി നമ്മുടെ ലക്ഷ്യങ്ങളെയും അവസരങ്ങളെയും
നമുക്ക് കിട്ടിയിട്ടുള്ള ചുറ്റുപാടുകളെയും വിനിയോഗിക്കുക. ഇനിയൊരു ജന്മം കൂടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുകയുമരുത്. ഈ ഒരു രൂപത്തിൽ, ഈ ഒരു ഭാവത്തിൽ നമുക്ക് ഈ ഒരു ജീവിതം മാത്രമേയുള്ളൂ, ഈ ഒരു ജന്മം മാത്രമേയുള്ളൂ. അത് പരമാവധി തൃപ്തികരമായി സായുജ്യം നേടുക, അതാണ് നാം ചെയ്യേണ്ടത്. ഈ ഒരു വിഷയം ഏവരുടെയും സമക്ഷത്തിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.